തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുള്ള സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ മാന്യമായിട്ട് അതിനുള്ള വഴികൾ നമ്മൾ ഉപയോഗിക്കുക. ഇതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതില് അദ്ദേഹം വളരെ ഇന്റഗ്രിറ്റിയോട് കൂടി സത്യസന്ധമായിട്ട് ആ ഒരു മറുപടി പറഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇത് മറ്റ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ മാതൃകയാക്കണം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത് മാതൃകയാക്കണം. അതിനുവേണ്ടി നമുക്ക് ഹിന്ദിയിൽ ഇത് തർജ്ജമ ചെയ്തെങ്കിലും ഇറക്കണം. കാരണം ഈ ഒരു രീതി ഇപ്പൊ ഇതുപോലുള്ള സംഭാഷണങ്ങൾ സത്യത്തിൽ നടക്കേണ്ട മേഖല നമ്മുടെ പാർലമെന്റാണ്. അവിടെ നിശബ്ദമാണ്. അവിടെയാണ് ഇത് സത്യത്തിൽ നടക്കേണ്ടത്. അത് നടക്കാതെ കാണുന്നതിലൊക്കെ വളരെയധികം ദുഃഖമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് നമ്മളൊക്കെ. കാരണം അത് അവിടെ നടക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തീർത്തും അതിൽ സന്തോഷവാനാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. അത് മറ്റുള്ള കോൺഗ്രസ്സുകാർ അത് മാതൃകയാക്കണം എന്ന് കൂടി ഞാൻ പറയുകയാണ് 370 കാര്യത്തിൽ. ശരി, സേനാപതി അഭിനന്ദനത്തെ താങ്കൾ. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യങ്ങളാണ്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളത് ലൈക്കും ചെയ്യുക. ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമം ഉദ്ദേശിച്ച് അഥവാ നന്മ ഉദ്ദേശിച്ച്. കാരണം ഇന്ന് കാണുന്ന ഈ ഭാരതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വർഗീയതയുടെ രാജ്യമാവരുത്, ഒരു സ്ഫോടനത്തിൻ്റെ നാടാവരുത്. മറിച്ച് ഇവിടുത്തെ സഹോദരങ്ങളായിട്ട് കഴിയണം. നമ്മൾ എന്നും പ്രതിജ്ഞ സ്കൂളിൽ ചൊല്ലുന്നുണ്ടല്ലോ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും സ്കൂളുകളിൽ സത്യത്തിൽ നമ്മൾ അസംബ്ലിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറുപ്പത്തിൽ. അപ്പോൾ അത് വാക്കുകൾ മാത്രം പോരാ. ഈ കാലഘട്ടത്തിൽ യുവതലമുറയിലും മനുഷ്യരിലും മൊത്തമായിട്ട് ഓരോരുത്തരും സാഹോദര്യ ബന്ധം ഈ സാഹോദര്യ ബന്ധത്തെ ഉടച്ചു തട്ടി ഇല്ലാതാക്കാൻ പല ശ്രമങ്ങളും ഈ രാജ്യത്തും ഈ രാജ്യത്തിന് പുറത്തും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കാശ്മീരിലേക്ക് കടന്നു വരുന്ന, ഈ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരവാദികളുടെയും ലക്ഷ്യം. ഇസ്ലാമിനെ മോശമാക്കുക എന്നതുകൂടെ അവർക്ക് ലക്ഷ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭീകരവാദികൾക്ക് ധാരാളം പണം കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു പരത്തുന്നത് പോലെ യഥാർത്ഥ ഒരു വിശ്വാസ രാജ്യം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊന്നുമല്ല. അവർക്ക് പണം കിട്ടുന്നത് അതിന് പറയുന്നുണ്ട്. ഇപ്പോൾ വിഷം വമിപ്പിച്ചുകൊണ്ടുള്ള ചാനലുകളിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ. അത് ഞാൻ വേറെ വ്ളോഗിൽ ചെയ്യാം. ഇപ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനം. അതിൽ ഈ ഇന്ത്യ സർക്കാരിനോടും ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ സ്വന്തം രാജ്യമായ ഗുജറാത്തിൽ ആലോചിച്ച് നോക്കണം. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ ഗുജറാത്തിൽ വന്നിരുന്ന കാലത്ത് ചേരി പ്രദേശങ്ങൾ പോലും മതിൽ കെട്ടിയിട്ട് ട്രംപിനെ കൊണ്ട് കാണാൻ കഴിയാത്ത വണ്ണമാക്കി മറച്ചു നിർത്തി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ നമ്മൾ ഒരു ചെറിയ ഒരു ഓഫീസിലേക്ക് ഒരു പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിമാനത്തിലേക്ക് കയറുമ്പോൾ അതോടൊപ്പം തന്നെ എന്തിനേറെ പറയണം എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹാളിലേക്ക് കടക്കുമ്പോൾ ഇല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ എത്ര സെക്യൂരിറ്റി നമ്മൾ ഇങ്ങനെ പിൻകടന്നാണ് കടന്നു ചെല്ലുന്നത്. ഒട്ടനേകം പരിശോധനകൾ അല്ലേ, 1, 2, 3, 4 ഒന്നുമല്ല. ഈ പരിശോധനകളൊക്കെ നടത്തിയിട്ട് മാത്രമാണ് പ്രത്യക്ഷത്തിൽ ആപൽക്കരമായ ഒരു സംഗതികളുമായി വരുന്നില്ല എന്ന് ഉറപ്പായിട്ടും പോലും യഥാർത്ഥത്തിൽ ഇത്രയേറെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഈ നമ്മുടെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാശ്മീർ താഴ്വരയുടെ ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു മതിൽ കെട്ടുന്നില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഒരു കമ്പിവേലിയെങ്കിലും അവിടെ ആ പ്രതിരോധം തീർക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ഒരു സാമാന്യ ബുദ്ധി കൊണ്ട്, ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്നതുപോലെ കാവൽക്കാർ വേണ്ടേ അവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയേറെ ധനം നമുക്ക് കുന്നുകൂടുന്നുണ്ട് നമ്മുടെ ഖജനാവിൽ ഇല്ലേ? അതിൽ നിന്ന് ഒരു ചെറിയ വിഹിതം എടുത്തിട്ട് ഈ പറയുന്ന അതിർത്തിയിൽ ഈ പറയുന്ന ഭീകരന്മാർക്ക് എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ആർക്കും രാജ്യാതിർത്തികൾ ഭദ്രമായിരിക്കണം. എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണ മതിലുകൾ ഒരുക്കാത്തത് എന്തുകൊണ്ടാണ്? മാത്രമല്ല ഒരു സുരക്ഷാ ജീവനക്കാർ അവരെ നിയമിക്കാത്തത് എന്തുകൊണ്ട്? അത്തരത്തിൽ അവിചാരിതമായി അന്യായമായിട്ട് രാജ്യത്തേക്ക് ട്രസ്പാസ് ചെയ്യുന്ന ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരെ അതാത് സമയത്ത് തന്നെ
ഈ പറയുന്ന സൈന്യങ്ങൾക്ക് ഒതുക്കാമല്ലോ, ഇല്ലാതാക്കാമല്ലോ. പക്ഷേ എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, കാശ്മീരി ജനത ഒരിക്കലും വർഗീയതയെ, ഭീകരതയെ അവർ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അവർ അവിടെ പ്രതിഷേധിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. ആ ഭീകരവാദികൾ ഇരയാക്കപ്പെട്ട ആ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ കാശ്മീരി തദ്ദേശീയർ പ്രകടനം നടത്തുന്നത്. അവർ കടകളടച്ചു, അവർ ഓഫീസുകൾ അടച്ചു. ആലോചിച്ച് നോക്കൂ. അവിടെ BJPയുടെ ഭരണമല്ല ഇപ്പോൾ. അവിടെ ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ അവിടെ എന്തു ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും കർശനമായിട്ട് അവിടെ പ്രതിഷേധ റാലികൾ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരിക്കൽ തന്നെയും എന്തല്ല, ഈ ഭീകരവാദികൾ ഈ നുഴഞ്ഞു കയറുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അറിയേണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നഷ്ടം ആർക്കാണ്? ഇന്ത്യ രാജ്യത്ത് തന്നെ നഷ്ടം ആർക്കാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പാകിസ്ഥാനും നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇന്ത്യയിലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ, ഈ മുസ്ലിം വിദ്വേഷം ലൈവായിട്ട് നിലനിർത്താൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കൊണ്ട്, അത് പാകിസ്ഥാൻ ചെയ്തതായാലും ഇന്ത്യ ചെയ്തതായാലും ആര് ചെയ്തതായാലും ആലോചിച്ച് നോക്കൂ. നിങ്ങളത് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കാണേണ്ടതാണ്. മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടെ, യഥാർത്ഥത്തിൽ ഭീകരവാദികൾ ലക്ഷ്യമാക്കുന്നത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ, അഥവാ ഹിന്ദുക്കളെ കൊല്ലുക, കലിമ ചൊല്ലിക്കൊണ്ട് അവരുടെ ലിംഗം നോക്കി അല്ലെങ്കിൽ തുണിമാടി നോക്കി അവരെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ എത്രയോ 50 ലക്ഷത്തോളം വരുന്ന ഹിന്ദു മതക്കാർ, ക്രിസ്ത്യാനികൾ പാകിസ്ഥാനിൽ വളരെ സമാധാനത്തോടുകൂടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായിട്ട് അവിടെ കഴിയുന്നുണ്ട്. സിഖുകാരുടെ ബിസിനസ്സുണ്ട്, ഗുജറാത്തികളുടെ ബിസിനസ്സുണ്ട്. വളരെ സുഖസുന്ദരമായിട്ടാണ് അവിടെ ആ ഹിന്ദുക്കൾ കഴിയുന്നത്. 50 ലക്ഷം എന്ന് പറയുന്നത് കുറഞ്ഞ സംഖ്യയൊന്നുമല്ല. ഒരു മുസ്ലിം രാജ്യത്ത്, അഥവാ ഒരു ഭൂരിപക്ഷ മുസ്ലിം രാജ്യത്ത് ഒരു അരക്കോടിയിലേറെ വരുന്ന ഇതര വിഭാഗങ്ങൾ അവിടെ സമാധാനത്തോടെയും സ്വൈരതയോടെയും കൂടെയാണ് ബിസിനസ് നടത്തുന്നതും കഴിയുന്നതും. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ്സുകളെയും അവിടുത്തെ ആ ഹിന്ദുക്കളെയും ഇല്ലാതാക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഭീകരർ ചെയ്യേണ്ടത്? സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല, ബുൾഡോസർ രാജ് ഏകദേശം 5 വർഷത്തോളമായി യോഗിയുടെ നാട്ടിൽ, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ നാടായിരുന്ന ഗുജറാത്തിൽ എന്തുമാത്രം നരഹത്യയാണ് അരങ്ങേറിയത്, മുസ്ലിം ന്യൂനപക്ഷ വേട്ടയാണ് അരങ്ങേറിയത്. അതിൻ്റെ പേരിൽ അവിടെ ഒരു പടക്കം പോലും പൊട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പറയുക, ആലോചിച്ച് നോക്കൂ. അവിടെ അതല്ലേ വേണ്ടിയിരുന്നത് അക്കാലത്ത് തന്നെ. പക്ഷേ എന്തെങ്കിലും അവിടെ ഒരു 2 കൈ കൊണ്ട് കൂട്ടിമുട്ടിയിട്ടുള്ള ഒരു ശബ്ദം പോലും വന്നിട്ടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 4000-ലേറെ നിരപരാധികളായ മുസ്ലിങ്ങൾ, അവിടെ ഗർഭിണികൾ, ഞാനത് പറയേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ. അന്വേഷണ കമ്മീഷനുകളെ ഒക്കെ തള്ളി. മാത്രമല്ല, ഈ അടുത്താണ് ആ കുറ്റവാളികൾക്ക് പോലും, അഥവാ ആ കേസ് അവസാനിപ്പിച്ചുകൊണ്ട്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഭരണകൂടം അവരെ പുറത്തിറക്കിയത്. ബാബു ബജരംഗി, ആലോചിച്ച് നോക്കൂ. ഈ എമ്പുരാൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, വ്യക്തമായ ഒരു സിനിമയാണത്. ആ ബാബു ബജരംഗി പറഞ്ഞ വാക്കുകൾ എന്താണ്? എന്നിട്ട് പോലും ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായത്തിലെ ഒരു കുട്ടി പോലും ഒരു കല്ലെടുത്തെറിഞ്ഞ് ഒരു മുസ്ലിം അല്ലാത്തവൻ്റെ വീടിന് നേരെ ഒരു ചെറിയ ചരൽ കല്ലുകൾ കൊണ്ടുപോലും എറിഞ്ഞ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, UP-യിൽ എന്തുമാത്രം പീഡനമാണ് യഥാർത്ഥത്തിൽ. ഈ ഇന്ത്യയിൽ തന്നെ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന നാട്. അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് സംഘീപുത്രനായ യോഗി ആദിത്യനാഥ് ആയിട്ട് പോലും അവിടെ ഒരു ചെറുവിരൽ അവിടുത്തെ മുസ്ലിങ്ങൾ ഒട്ടനേകം അവിടെ പാർപ്പിട നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭരണഘടനയുടെ 21ാമത്തെ അനുച്ഛേദത്തിൽ പാർപ്പിട അവകാശത്തിനുള്ള അവകാശം പോലും ഉന്നതന്മാരായ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീലന്മാരും ഒക്കെ ആയിട്ടുള്ളവരുടെ പോലും വീടുകളും കടകളും സ്ഥാപനങ്ങളും നിയമലംഘനമായിട്ട് പൊളിച്ചു മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് 10 ലക്ഷം വീതം നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നിട്ട് പോലും ഈ പീഡനങ്ങളൊക്കെ വർഷങ്ങളോളം സഹിച്ചിട്ട് പോലും ആ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു ചെറിയ മാലപ്പടക്കം പോലും അവിടെ നിന്ന് ഇതര വിഭാഗത്തിനെതിരെ പൊട്ടിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾ? അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ വീടിന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ ചരൽ കല്ലുകൾ കൊണ്ട് പോലും
ഒരു ഹിന്ദു സഹോദരങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവർ വെറുപ്പിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്കുലർ മുസ്ലിം നേതാവ് മറ്റൊരു വിഭാഗത്തെ നിന്ദിച്ചുകൊണ്ടും വെറുപ്പിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും ഒരു വാക്ക് പോലും അവിടെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? അവർ ക്ഷമിക്കുകയായിരുന്നു ഭംഗിയായിട്ട്. 1992 ഡിസംബർ 6 ഇന്ത്യ രാജ്യത്ത് നോക്കണം, 500ഓളം കൊല്ലം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ഒരു വലിയ പള്ളി അഥവാ ബാബരി മസ്ജിദ്, ആ മസ്ജിദ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു നാമാവശേഷമാക്കിയപ്പോൾ ഈ രാജ്യത്ത് ഈ പറയുന്ന 20 കോടിയിലേറെ വരുന്ന ഈ മുസ്ലിം ജനത നോക്കണം, അതോടൊപ്പം ആലോചിച്ച് നോക്കൂ, ഇതര മുസ്ലിം രാജ്യങ്ങളിൽ പോലും അതിൻ്റെ ഒരു ചെറിയതായിട്ടുള്ള പ്രത്യാഘാതം പോലും ഉണ്ടായിട്ടില്ല. അവർ ക്ഷമിക്കുകയായിരുന്നു എല്ലാം. യഥാർത്ഥത്തിൽ ഭീരുത്വം എന്ന് പറഞ്ഞാൽ പോലും സത്യത്തിൽ എന്താണ്, അവർ നിയമലംഘനം ഒരിക്കലും നടത്തിയതായി ചരിത്രത്തിലില്ല. മാത്രമല്ല രാജ്യത്ത് രാജീവ് ജിയെ കൊലപ്പെടുത്തിയത് ആലോചിച്ച് നോക്കൂ, അതോടൊപ്പം തന്നെ ഇന്ദിരാജിയെ കൊലപ്പെടുത്തിയത്, മഹാത്മാജിയെ കൊലപ്പെടുത്തിയത് ആരായിരുന്നു? യഥാർത്ഥത്തിൽ എല്ലാവരും ഈ ഹിന്ദുത്വവാദികളായിരുന്നു എന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, ഈ കാശ്മീരിൽ ഈ ഭീകരന്മാർ അതിക്രമിച്ച് അന്യായം ചെയ്യുമ്പോൾ അവരുടെ തോക്ക് തട്ടിമാറ്റിയിട്ട് നോക്കണം, ആ പാവങ്ങളെ ആ ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ ഹുസൈൻ ഷായുടെ ഒരു വാർത്ത പോലും എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ്? അത് അറിയാത്തത് കൊണ്ടല്ല. ആ മുസ്ലിം ചെയ്ത അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചുകൂടാ എന്നും ഒരു മനുഷ്യനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ സംരക്ഷിച്ചതുപോലെയാണെന്നും വിശ്വസിക്കുന്ന അടിസ്ഥാന മുസ്ലിമായ ആ ഹുസൈൻ ഷാ അത് തെറിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം യഥാർത്ഥത്തിൽ അതായിരുന്നു. എന്നിട്ട് പോലും ഇത് ഇവരുടെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഈ ശ്രമിച്ചു വരുന്ന ഈ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.